ടേബിളിൻ്റെ അടുത്താണ്. ഈ ടേബിളിലാണ് ഞാൻ പഠിക്കുന്നത്. ഈ ടേബിളിൽ ബെഡിലിരുന്നുണ്ട്. കാരണം ഡെസ്കിൽ പോയിരിക്കാനുള്ളൊരു മൂഡ് എനിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പാണ്. സോ എനിക്ക് അവിടെ വരെ പോയിരുന്ന് തണുപ്പടിച്ച് വെറുതെ എന്താണ് ഞാൻ ഹെൽത്ത് കളയുന്നത്. സോ ഞാൻ ബെഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കുറേ ബോറടിച്ച് എനിക്ക് പഠിക്കാൻ പറ്റാതെ ഞാൻ ബാക്ക് ടു ടേബിളിലാകും. സോ അത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബുക്ക് എൻ്റെ ടാബ്ലറ്റ് എവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് ഓൾറെഡി ഞാൻ കുറച്ച് പഠിച്ച് കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ക്ലിപ്സ് എൻ്റെ ഇല്ല. ഞാൻ 1.5 മണിക്കൂർ പഠിച്ച് കഴിഞ്ഞാൽ 4 സ്റ്റാപ്പിൽ ടൈമുണ്ട്. ഇനി അടുത്ത ഞാൻ പഠിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ പഠിക്കുന്നത് ആൻറ്റികോളിനർജിക് ഡ്രഗ്സിനെ പറ്റിയാണ്. ആൻറ്റികോളിനർജിക്കും കോളിനർജിക്കും അഡ്രിനർജിക്കും ഇതൊക്കെ ജസ്റ്റ് ബേസിക്കാണ്. ഫാർമയുടെ ബേസിക്കാണ്. ഞാൻ ഓൾറെഡി ജനറൽ ഫാർമ പഠിച്ചു തീർത്തു. ഇനി മുന്നോട്ടല്ല സോറി ഗൈസ് ജസ്റ്റ് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഓൾറെഡി ജനറൽ ഫാർമ തീർത്തു. ഇതിപ്പോൾ ഞാൻ പഠിക്കുന്നത് ക്ലിനിക്കൽ ഫാർമ അല്ലെങ്കിൽ സിസ്റ്റമിക് ഫാർമയിലേക്ക് പോകാനായിട്ടാണ്. അതിൽ അഡ്രിനർജിക് ആണെങ്കിൽ ആൻറ്റികോളിനർജിക് ആണെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റ്. കം ഗൈസ്, വെൽക്കം ടു ഓക്കെ ഗൈസ്. സോ വെൽക്കം ടു മൈ സ്റ്റഡി വ്ലോഗ് അല്ലെങ്കിൽ സ്റ്റഡി സെഷൻ എനിത്തിങ്. എന്താ ഞാൻ പഠിക്കാൻ പോകണം. ഐ ഡോണ്ട് നോ. അപ്പോൾ തീരുന്നറിയില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യണ്ടേ, നല്ല തീരുമാനം അറിയത്തുള്ളൂ. അല്ല ചുമ്മാ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ആകത്തില്ലോ. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദിസ് ഇസ് മീ. ഞാൻ റോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയുള്ളൊരു മോട്ടിവേഷനാണ്. ഞാൻ പഠിക്കുന്നുണ്ടോ, ഞാൻ എന്നെ തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കാണാൻ ആർക്കെങ്കിലും ഇത് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ആൻഡ് എൻ്റെ ഇനിയിപ്പം ഒരു 2 years കൂടെ ഉള്ള എനിക്കിത് 2 ഇല്ല 1.5 year കൂടെ ഉള്ള എനിക്കിത് എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആക്കാനും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരിടത്തേക്ക് എനിക്ക് പോകാനായിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് അത്രയും ടൈം പീരീഡേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനിപ്പുറം എനിക്ക് സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 20 minute ബ്രേക്ക് എടുത്തു. ഇനി വീണ്ടും പഠിക്കാൻ പോകണം. അപ്പോൾ ഞാൻ 45 minute വെച്ചിട്ടുണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റ്. That should be the answer. So answer is Dhatura. A patient was given ipratropium. Do something, doubt your limits. So never doubt about yourself. Never doubt about your limitations or what you can do. You can do wonders if you believe yourself. Just believe yourself and you can win. ഞാനിപ്പോൾ ആൻറ്റികോളിനർജിക് ഡ്രഗ് വീഡിയോ ഫുൾ കണ്ടു തീർത്തു. ഇനി നമുക്ക് MCQ ചെയ്യാം. അപ്പോൾ MCQ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിന് കുറേ പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇതിന് കുറേ മെമ്മറൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ബോധ്യം വരും. സോ ലെറ്റ്സ് ഡു MCQs. അതായത് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡ്രഗ് ഇൻക്രീസസ് GI മോട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ ഒരു കണ്ടന്റ് എല്ലാം സെയിം ആയിരുന്നു. പക്ഷേ അത് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിയിലല്ല നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിയോസ്റ്റിഗ്മിനാണ്. അല്ലെങ്കിൽ സാറ് അതിലുള്ള വേറെ 2 ഡ്രഗാണ്. അത് പെറൻസെപ്പിനും ടാലൻസെപ്പിനുമാണ്. കാരണം അട്രോപ്പിൻ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം അട്രോപ്പിൻ സ്റ്റൊമക്കിൽ തന്നെ M3 റിസപ്റ്റർ ഉണ്ട്, M1 റിസപ്റ്റർ ഉണ്ട്. M3 റിസപ്റ്റർ പരേറ്റൽ സെല്ലും M1 റിസപ്റ്റർ ഗ്യാസ്ട്രിക് ഗാംഗ്ലിയനുമാണ് ഉള്ളത്. പക്ഷേ അട്രോപ്പിൻ പോയിട്ട് M3 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. ഏത് പെപ്റ്റിക് സെല്ലിലുള്ളത്. പെപ്റ്റിക് സെൽസ് എന്ത് സെക്രറ്റ് ചെയ്യും? HCl സെക്രറ്റ് ചെയ്യും. സോ അട്രോപ്പിൻ അല്ല ആൻസർ, പകരം നിയോസ്റ്റിഗ്മിനാണ്. പക്ഷേ നിയോസ്റ്റിഗ്മിൻ എന്നുള്ളൊരു ഓപ്ഷൻ സാറ് തന്നിട്ടില്ല. അത് പകരം പെറൻസെപ്പിനും ടാലൻസെപ്പിനും ഉണ്ടായിരുന്നു. ഓക്കെ, അതും എനിക്കറിയില്ല, ഇതും എനിക്കറിയില്ല. സോ ഐ ഗോട്ട് ഇറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ് അബൌട്ട് റീസൺ മീഡിയം. കോൺസെപ്റ്റ് പഠിക്കാം. അപ്പോൾ കോൺസെപ്റ്റിന് വേണ്ടി ആദ്യം തന്നെ മുസ്കുരാനിക് റിസപ്റ്റർ അഗോണിസ്റ്റ് അല്ലെങ്കിൽ പാരാസിമ്പത്തോമിമെറ്റിക് അല്ലെങ്കിൽ കോളിനർജിക് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ACH സെക്രേറ്റ് ചെയ്യും. അപ്പം ഗ്യാസ്ട്രിക് സെക്രേഷൻ കൂടും. ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ ഡിക്രീസസ് ഗ്യാസ്ട്രിക് സെക്രേഷൻ ശരിയാണ്. ആൻറ്റഗോണിസ്റ്റ് ഡിക്രീസസ് ഗ്യാസ്ട്രിക് സെക്രേഷൻ ശരിയാണ്. പ്രൊലോങ് AV കണ്ടക്ഷൻ presents to emergency with pinpoint pupil salivation, lacrimation, tremors and red tears. Plasma cholesterol level was 30% of normal. Most probable diagnosis is pinpoint pupil. അത് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർഗാനോ ഫോസ്ഫേറ്റ് പോയിസണിങ്ങിൻ്റെ ആണ്. സോ നമുക്കതൊന്ന് കുത്തി നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓർഗാനോ ഫോസ്ഫേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റമാണ് പിൻപോയിന്റ്. ഞാനത് കുത്തി, പക്ഷെ അതും തെറ്റായിരുന്നു. എന്താണത്? ഓപ്ഷൻ തെറ്റായിരുന്നു. ഇതിൻ്റെ എല്ലാം ഇനി സോറി ഞാൻ സ്കിപ്പ് അടിച്ചു. ഇതിൻ്റെ എല്ലാം ഇനി എക്സ്പ്ലനേഷൻസ് വായിച്ച് നോക്കണം. എന്താണ് മറ്റേ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സൈക്ലോപ്ലേജിക് ആക്ഷൻ ഓഫ് അട്രോപ്പിൻ ലാസ്റ്റ് വാട്ട്. ഞാനിത് കുത്തിയില്ലായിരുന്നു. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. കാരണം ഇത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണ്. യെസ്, ഫണ്ടോസ്കോപ്പിയിൽ ചെയ്യിപ്പിച്ചാണ്. സോ ഐ നോ ദ ആൻസർ. കുത്തി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും തെറ്റിച്ചിരിക്കുന്നു. 1, 2, 3 അതുപോലെ 4 ക്വസ്റ്റ്യനാണ് ശരിയായിട്ടുള്ളത്. 11 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ കൂടെ. കാരണം ഈ ഒന്നാമത്തെ ഞാൻ സ്കിപ്പ് ചെയ്ത് ആക്ച്വലി എനിക്ക് അറിയാമായിരുന്നു. സത്യം പറയാൻ എനിക്കറിയാം എന്താണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ പഠിച്ചത് ഒന്നും ഒരു
ടു ഗോ മോർ. ഓ മൈ ഗോഡ്, അടുത്ത് ആക്ച്വലി ഞാൻ ഈ ഒരു വിഷയം ഒരു 1 വീക്കായി സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോൾ ഞാൻ MCQs ചെയ്താലും ഒന്നെങ്കിൽ ഡ്രഗിൻ്റെ ഡിമാർക്കും അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ തിരിഞ്ഞു പോകും. അറിയാം, എനിക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു സിസ്റ്റത്തിനെടുത്ത് വേറെ സിസ്റ്റത്തിനെടുത്ത് ഇപ്പം ഇടും. സോ എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഇത് തരി മാത്രമേ പഠിച്ചിട്ടുള്ളൂ മനസ്സിലായി. MCQ ചെയ്യാൻ ഈ ഒരു നോളജ് പോരാ എന്ന് മനസ്സിലായി. സോ ഗൈസ്, ദിസ് ഇസ് റിയലൈസേഷൻ. ഓക്കെ, എനിക്ക് റിയലൈസേഷൻ വന്നു, ഇഷ്ടംപോലെ പഠിക്കാനുള്ളത് മനസ്സിലായി. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി 45 മിനിറ്റ്സിന് എൻ്റെ ഫോറസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയില്ല. പക്ഷേ ഞാൻ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി എനിക്ക് അടുത്ത ടോപ്പിക്ക് കോളിനർജി കഴിഞ്ഞു, ആൻറ്റി കോളിനർജി കഴിഞ്ഞു, ഇനി അഡ്രിനർജിക്കാണ്. സോ ഇപ്പോൾ ഇവിടെ ഒരു ടൈം 2 o'clock ആയി. ഞാൻ ലഞ്ചൊന്നും കഴിക്കില്ല. ഞാൻ ഓൾറെഡി ബ്രഞ്ചാണ് കഴിച്ചത്. മുട്ട കഴിച്ചായിരുന്നു, പിന്നെ ഒരു കോഫിയും കുടിച്ചായിരുന്നു. ഇനിയൊരു പിന്നെ എൻ്റെ ചിയാ സീഡ് അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ മാടി വിളിക്കുന്നു. ഓ മൈ ഗോഡ്. ഓക്കെ, അത് ഞാൻ ഇനി ഒരു കുറച്ച് കഴിഞ്ഞ് പോയി കുടിക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു 4 or 5 o'clock ആകുമ്പോൾ ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് ബാക്കി ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞപ്പോൾ ഒന്നും കഴിക്കാനില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വലിയ ലാബറേഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇനി റെസ്റ്റ് എടുക്കുന്ന പകരമാണല്ലോ നമ്മൾ MCQs ചെയ്തത്. അപ്പോൾ ഇനി റെസ്റ്റ് വേണ്ട, ഇനി ജസ്റ്റ് അടുത്ത ടോപ്പിക്ക് അങ്ങ് തുടങ്ങാം. ബട്ട് ഫൺ തിങ്, ദ ബെസ്റ്റ് തിങ് ഐ ലൈക്ക് എന്താ പറയുക, ഐ ഷോ യു ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്. കണ്ടോ, MCQs എല്ലാം പൊട്ടാം. MCQs ഒന്നും ഞാൻ MCQs ഒന്നും എൻ്റെ ലെവലുള്ള, അതുകൊണ്ട് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ടിക്കാൻ ഇഷ്ടം. ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആക്കി ഇത് ഞാൻ ടിക്കാൻ പോകണേ. ഏയ് ആ സന്തോഷം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സന്തോഷമുണ്ടോ, പഠിച്ച് തീരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ടിക്കാൻ? അതിന് എത്രത്തോളം പഠിച്ചു, എത്രത്തോളം എഫക്റ്റീവ് ആയി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. പക്ഷേ ഞാൻ പഠിച്ചു, ആ ഒരു സന്തോഷം കിട്ടും. പിന്നെ നമുക്ക് റിവൈസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത് അഡ്രിനർജിക് ഡ്രഗ്സ്. അഡ്രിനർജി കഴിഞ്ഞിട്ട് ആൻറ്റി അഡ്രിനർജിക് ഉണ്ട്, ഗ്ലോക്കോമ ഉണ്ട്, എനസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ടോപ്പിക് അഡ്രിനർജിക്കാണ്. ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ സെയിം 45 മിനിറ്റ് ഇരിക്കുന്ന ടൈമർ അങ്ങനെ ഓടുന്നു. ഞാൻ അഡ്രിനർജിക്ക് പഠിക്കട്ടെ. നോ ലുക്ക് അറ്റ് ദിസ്. ഈ ഒരൊറ്റ വീഡിയോ എത്ര നേരമാണെന്ന് കണ്ടു നിങ്ങൾ കാണുന്നത്? ഏകദേശം 3 മണിക്കൂർ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പഠിച്ച എന്തെങ്കിലും ഒരു 4-5 മണിക്കൂർ കഴിയും. കാരണം ഞാൻ നോട്ടും കൂടെ എടുത്താണ് പഠിക്കുന്നത്. അതൊരു റീസണാണ്. ഭയങ്കര ശബ്ദമല്ലേ? ഓക്കെ, ബട്ട് ഇങ്ങനെ വൺ തിങ്, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നോട്ട് അവർ സ്വന്തമായിട്ട് എഴുതാറില്ല. അവർ ആപ്പിലേക്ക് നോട്ട് വെച്ചാണ് പഠിക്കുന്നത്. പക്ഷേ എനിക്ക് ടു ബി ഹോണസ്റ്റ്, എനിക്കങ്ങനെ ഒരു നോട്ട് വേറെ ഒരാളുടെ പ്രിപ്പറേഷൻ വെച്ച് പഠിക്കാൻ എനിക്ക് തീരെ പറ്റില്ല. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ എൻ്റേതായ ഗ്രാമർ അല്ലെങ്കിൽ എൻ്റേതായ സെൻറ്റൻസിൽ അതിൽ എഴുതുമ്പോഴാണ് എനിക്കത് നല്ലപോലെ തലയോട്ട് കയറുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐ ഡോണ്ട് നോ, അവർക്കതായിരിക്കും കുറച്ചുകൂടെ കൺവിൻസ്. അപ്പോൾ എൻ്റെ 2-3 അല്ല, എൻ്റെ ക്ലാസ്സിൽ ഏകദേശം എല്ലാവരും അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ എന്നോട് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നോട്ടൊക്കെ എടുത്ത് പഠിക്കുന്നതാണ് ഇത്രയും ലേറ്റ് ആണ്. അവർ ഓൾറെഡി 10 സബ്ജക്ട്സ് ഫിനിഷ് ചെയ്ത്, ഞാനിവിടെ ഒറ്റ സബ്ജക്റ്റ് പോലും ഫിനിഷ് ആക്കിയിട്ടില്ല. ഓക്കെ, സങ്കടം പാട്ട്. അപ്പോൾ ഞാൻ അതായിരിക്കും എനിക്ക് ഒത്തിരി ടൈം എടുക്കാനൊക്കെ ഓർത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, എന്നെങ്കിൽ ഞാനും നോട്ട് വെച്ച് ഇനി ഓക്കെ ഒന്നും നടന്നില്ലെങ്കിൽ ഇനി അങ്ങനെ വെച്ച് പഠിക്കാം. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല ഗൈസ്. കാരണം എനിക്ക് അങ്ങനെ പഠിച്ചാൽ എൻ്റെ തലയിലോട്ട് കയറത്തില്ല. എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെ വരച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് ഞാൻ തന്നെ ഇങ്ങനെ തലയിലോട്ട് കയറ്റും. ലക്ഷ്മി ഇതാണ് ഇമ്പോർട്ടൻറ്റ്, നീ എന്താണ് നോക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ തന്നെ സ്റ്റിക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. അങ്ങനെ പഠിക്കുമ്പോഴാണ് എനിക്ക് നല്ലോണം തല കയറണേ. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വേറെ കുറച്ച് പേര് പറഞ്ഞു, നീ കമ്പയർ ചെയ്യണ്ട, നീ ഒരു സബ്ജക്റ്റ് ഒന്നും തീർത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് പോലില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ ട്രഡീഷണൽ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് എൻ്റെ തന്നെ ഞാൻ മെത്തേഡിൽ നോട്ടൊക്കെ എഴുതി സാധാരണ പഠിക്കും. പക്ഷേ ഇത് 3 മണിക്കൂറുണ്ട്. ഐ ഡോണ്ട് നോ. ഞാൻ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഓക്കെ, നെക്സ്റ്റ് 45 മണിക്കൂർ, സോറി 45 മണിക്കൂർ 45 മിനിറ്റ്, ഓൾറെഡി 2 hours 15 minutes കംപ്ലീറ്റ് ചെയ്തു. സ്റ്റാർട്ട്. ഹേ ഗൈസ്, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നിരുന്നു, പഠിച്ചു. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ടോപ്പിക്, ഇതൊരു വലിയ ടോപ്പിക്കായിരുന്നു. അത് ഞാനൊരു 5-5.5 മണിക്കൂർ എടുത്ത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി ക്വസ്റ്റ്യൻസ് ഫുൾ MCQs ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻസ്, മേ ബി ഒരു മാക്സിമം ഒരു 6 ക്വസ്റ്റ്യൻസ്. ഇത് വലിയൊരു പോർഷനായിട്ട് കാണുമായിരിക്കും. അതിനുശേഷം എനിക്കിതിന് MCQs ചെയ്യണം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇത്രയും വലിയൊരു ടോപ്പിക്കല്ലേ, എനിക്കിതിൻ്റെ MCQs ചെയ്യണം. അപ്പം ഞാൻ ഓർക്കുന്നത് ഇത്രയും വലിയ ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കാൻ എന്തായാലും നടക്കില്ല. ഒരു ചെയ്യുന്ന മൊത്തം മേ ബി റോങ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഇത്രയും വലിയ ടോപ്പിക് ആയ സ്ഥിതിക്ക് ഒരു വട്ടം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ എന്തായാലും ഫുൾ തെറ്റിപ്പോവും. സോ ഒരു വട്ടം റിവിഷൻ ചെയ്യട്ടെ, അതായത് ഞാൻ MCQs കൂടെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ സ്റ്റഡി സെഷൻ ഞാനും ഇത്ര പ്രതീക്ഷയുള്ളൂ. ഇത്രയും ഇന്ന് പഠിക്കുന്നത് ഞാൻ ഓർത്തില്ല. ബട്ട് വ്ളോഗ് എടുത്തിട്ടായാലും നിങ്ങളവിടെ കൂടെ കൂട്ടിയിട്ടായാലും കവർ ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ടോപ്പിക് സെയിം സബ്ജക്റ്റ്. കാരണം ഈ സബ്ജക്റ്റാണ് എനിക്ക് ആദ്യമായിട്ട് തീർക്കേണ്ടത്. സോ വെൽ മീറ്റ് സൂൺ. ബൈ.